Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ അൺബോക്സിംഗ് ആണ്. Redmi Note 9 Pro എന്ന് പറയുന്ന റെഡ്മിയുടെ ഏറ്റവും പുതിയ നോട്ട് സീരീസിലെ ഫോണിന്റെ അൺബോക്സിംഗ്. കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഫോണിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Redmi Note 9 Proയുടെ ബോക്സ്. യൂഷ്വൽ ആയിട്ടുള്ള റെഡ്മി ഫോണുകളുടെ ബോക്സ് അതേപോലെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു ലുക്കിൽ തന്നെ Snapdragon 720G എന്ന് താഴെ കാണാം. റിയർ സൈഡിലും കുറച്ചധികം ഡീറ്റെയിൽസ്, Snapdragon 720G, ക്വാഡ് ക്യാമറ, ഡിസ്പ്ലേ സൈസ്, ബാറ്ററി സൈസ്, 4GB RAM, 64GB സ്റ്റോറേജ്. നമ്മൾ 4GB RAM ആണ് തവണ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വൈറ്റ് ബോക്സ്, ഇതിനകത്ത് കേസും ഡോക്യുമെൻറ്റേഷനുമാണ് പതിവ്. നമുക്കത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഫോൺ നോക്കാം. ഇത്തവണ ഫോൺ നോക്കിയിട്ട് ബോക്സിലെ കണ്ടന്റ് നോക്കാം. കാരണം ഈ ഒരു ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു നല്ല പ്രീമിയം ഡിസൈനാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻ ഹാൻഡ് ഫീലും ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറെക്കുറെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നല്ല ഒരു ലുക്ക്. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു 13,000 രൂപയുടെ ഫോണിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള പല ഫോണുകളുടെയും ഒരു ലുക്ക് ആൻഡ് ഫീൽ കാണുന്നുണ്ട്. ഡിസൈൻ എന്തായാലും ഒരു അടിപൊളി ഡിസൈനായിരുന്നു. ഡിസൈൻ എന്ന് വെച്ചാൽ ഈ കളർ പ്രത്യേകിച്ചും ഒരു പക്ക ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സാംസങ്ങിൻ്റെ S സീരീസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു പക്ക ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു 13,000 രൂപയുടെ ഫോണിൽ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അട്രാക്റ്റീവായ ഒരു ഘടകമായിട്ട് തോന്നി. മറ്റ് രണ്ട് കളറിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്കാണ്. ഇതൊരു തനി ബ്ലാക്ക് അല്ല, ഈ ഒരു സ്റ്റൈലിഷായ ഒരു സംഭവം. അതായത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടം? എനിക്ക് ബ്ലാക്ക്. അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം. ഇനി നമുക്ക് ഫോണിൻ്റെ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ ബമ്പും കാരണം നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു ക്യാമറ ബമ്പ് ഉണ്ട്. അപ്പോൾ നല്ലൊരു കേസ് ഇതിന് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്ന കേസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇതിലിട്ട് നോക്കാം. ഇത് കൂടാതെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ നോക്കിയാൽ Type-C കേബിളും ചാർജറും 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം കേബിൾ നോക്കിക്കഴിഞ്ഞാൽ Type-C കേബിളാണ്. അപ്പോൾ USB Type-C പോർട്ടും Type-C കേബിളും ഒക്കെയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ചാർജർ നമുക്കിവിടെ കാണാം. ചാർജർ നമുക്ക് ഇതിൻ്റെ ഒപ്പം 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ. പിന്നെ ആ ചെറിയ ബോക്സിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിം ഇഞ്ചക്ടർ ടൂൾ കാണാം, ഡോക്യുമെൻറ്റേഷൻസ് കാണാം, അതിൻ്റെ ഒപ്പം ആ കേസും കാണാം. കേസ് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയ കേസ് തന്നെയാണ്. എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. എന്തായാലും ചെറിയൊരു മീഡിയം ട്രാൻസ്പെറൻറ്റ്, ഒരു ബ്ലാക്ക് കേസാണ്, ഒരു മീഡിയം ട്രാൻസ്പെറൻറ്റും കൂടിയാണ്. ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ സ്ട്രോങ് ആണ്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറ ബമ്പിലേക്കൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ബമ്പിഞ്ഞ് താഴെ മുട്ടുന്നുള്ള പേടി വേണ്ട. ഒരു ചെറിയ എഡ്ജ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിരി യൂസ്ഫുൾ ആണ്. അതേപോലെ എഡ്ജ് കയറി നിൽക്കുന്ന ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഒരു പ്രൊട്ടക്റ്റീവ് ആണ് ഈ കേസ്. ഏറ്റവും ടോപ്പ് സൈഡിൽ, ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ നമുക്ക് IR സെൻസറും അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണുമാണ് കാണുക. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടണും പവർ ബട്ടണും കാണാം. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് അടുത്ത സെക്ഷനിൽ നോക്കാം. താഴെ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, Type-C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം ട്രേ മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ആ ഭാഗത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിൽ വരുന്നത് നമുക്കറിയാം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ ക്വാഡ് ക്യാമറയാണ്. സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ ക്യാമറയുടെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. എന്തായാലും ക്വാഡ് ക്യാമറ, LED ഫ്ലാഷ്, താഴെ റെഡ്മി ബ്രാൻഡിങ്ങും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിൻ്റെ റിയർ സൈഡ് ഡിസൈൻ. Gorilla Glass 5 പ്രൊട്ടക്റ്റഡ് ആണ് ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിൽ നമുക്ക് സ്ക്രീൻ കാർഡൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്തവണ സ്റ്റിക്കർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് അല്ല, സ്റ്റിക്കർ അപ്ലൈ ചെയ്താണ് വന്നിരിക്കുന്നത്. സെൻട്രൽ അലൈൻഡ് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ് സെൽഫിക്ക് കൊടുത്തിരിക്കുന്നത്. 6.67 വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. ഫോൺ ഓൺ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോണിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷനും പ്രൈസും ഞാനിവിടെ പറയാം. Redmi Note 9 Pro 4GB RAM, 64GB സ്റ്റോറേജിന് 12,999, 13,000 രൂപയാണ്. 6GB RAM 128GB സ്റ്റോറേജിന് 15,999, 16,000 രൂപയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 4GB RAM 64GB സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കിയാൽ 6.67 ഇഞ്ച് വരുന്ന Full HD+ ഡോട്ട് ഡിസ്പ്ലേ ആണ്. Snapdragon 720G 2.3 GHz ക്ലോക്ക് സ്പീഡിലാണ്. RAM 4GB റാമും 6GB റാമും അവൈലബിൾ ആണ്. LPDDR4X റാം തന്നെയാണ്. സ്റ്റോറേജ് 64GB വരുന്നുണ്ട്, 128GB വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം UFS 2.1 ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. റിയർ ക്യാമറ 48 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയുണ്ട്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 5 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസർ. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സൽ, Android 10 ബേസ്ഡ് MIUI 11 ആണ്. 5020 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജർ അടക്കമാണ് വരുന്നത്. തിക്നെസ് 8.8mm ആണ്. വെയിറ്റ് 209 ഗ്രാം ആണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ ഫോൺ സെറ്റപ്പ് ചെയ്യുന്നതിൽ അഡീഷണൽ സെറ്റിംഗ്സ് എന്നൊരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓഫ് ചെയ്താൽ പരസ്യങ്ങൾ വരാതിരിക്കും. പ്രത്യേകിച്ചും ഈ കാണുന്ന പേഴ്സണലൈസ്ഡ് ആഡ്സ് അത് പ്രത്യേകം ഡിസേബിൾ ചെയ്യുക, അല്ലെങ്കിൽ പരസ്യങ്ങളുടെ ശല്യം കൂടുതലായിട്ട് ഈ ഫോണിൽ വരും. അതേപോലെ ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ഒരു സെക്ഷൻ അഡീഷണൽ സെറ്റിംഗ്സ്
എല്ലാം തന്നെ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പരസ്യങ്ങളുടെ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് ഫോൺ സ്റ്റാർട്ട് ചെയ്യാം. അതിനിടയിൽ ഈ ഒരു ഭാഗം കൂടി ഓർത്തോളൂ. ആപ്ലിക്കേഷനുകൾ അനാവശ്യമായ ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാതെ നെക്സ്റ്റ് അടിക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ ഇതാണ് ഫോൺ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ്, 5 ഹോൾ ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം. നൈസായിട്ടുണ്ട്. എന്തായാലും MIUI 11 ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ്, നമുക്ക് പരിചയമുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. ഇതിൻ്റെ അബൌട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം അപ്ഡേറ്റ്, ഡിവൈസ് നെയിം ഒക്കെ കാണാം. സിസ്റ്റം അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഡിവൈസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അബൌട്ട് സെക്ഷൻ നോക്കിയാൽ റെഡ്മി നോട്ട് 9 Pro MIUI 11.0.3 വെർഷനാണ്, സ്റ്റേബിൾ റോം ആണ്, ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്, സെക്യൂരിറ്റി പാച്ച് ലെവൽ ഫെബ്രുവരി, സ്റ്റോറേജ് 64 GB ആണ്, 4 GB റാം ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾ സ്പെക്ക് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ കഴിയുക. 4 GB റാം ആണ്. അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് 64 GB താഴെ നിങ്ങൾക്ക് കാണാം. ഇന്റർണൽ സ്റ്റോറേജ് 64 GB 44 GB യൂസർക്ക് അവൈലബിൾ ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, അതുകൊണ്ട് മെമ്മറി കാർഡ് 2 സിമ്മിന് പുറമേ നിങ്ങൾക്ക് മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ സ്റ്റോറേജ് വലിയ ഇഷ്യൂ ആവാൻ വഴിയില്ല. MIUI 11 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 11.0.3 ആയിരുന്നു. ഇവിടെ 4ൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 409 MB വരുന്നൊരു അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഫോൺ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് വയേഴ്സിൻ്റെ ലെവൽ നോക്കിയാൽ കുറേ ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാനുണ്ട്. പല ഫോൾഡറിലായിട്ട് തിരിച്ച് ആപ്ലിക്കേഷനുകൾ, ഗെയിംസ് ഒന്നും അങ്ങനെയൊക്കെ മോർ ആപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. ആവശ്യമില്ലാത്തൊക്കെ കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ആപ്പ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ ആവശ്യമില്ലാത്ത കുറേ ബ്ലൂടൂത്ത് വയേഴ്സൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതും കളയാൻ സാധിക്കും. അപ്പോൾ ഒരുവിധം ആ ബ്ലൂടൂത്ത് വയേഴ്സൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രീതിയിൽ അത് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്യുമ്പോൾ നല്ല ഡീസൻ്റ് ആയൊരു സിസ്റ്റം വരെ ഡീപ്പ് ബ്ലാക്കോട് കൂടിയ നല്ല ഡാർക്ക് മോഡ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നല്ല സ്റ്റൈലിഷ് ആയ ഒരു ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ. ആൻഡ്രോയിഡ് 10 ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട്. നല്ല ഡീപ്പായ ബ്ലാക്കും കാര്യങ്ങളും കൂടിയ ഒരു നല്ല ഡാർക്ക് മോഡ്. പക്ഷേ നമുക്ക് തൽക്കാലം ആ ഡാർക്ക് മോഡ് ഡിസേബിൾ ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സാർ വാല്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 0.898 ആണ്, ബോഡി സാർ വാല്യൂ 0.483 ആണ്. ഇപ്പോൾ ഒരു നല്ല സാർ വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 Proയുടെ ഒരു സെറ്റപ്പുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. ജസ്റ്റ് വിരൽ വെക്കുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഭാഗത്തില്ല. വളരെ ഫാസ്റ്റായ ഒരു പെർഫോമൻസ് തന്നെയാണ്. നൈസായി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഭാഗത്ത് യാതൊരു ഇഷ്യൂ ഇല്ല. ഫേസ് അൺലോക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. ഫേസ് അൺലോക്കും ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്ത് അപ്പം തന്നെ ഓൺ ആവുന്നുണ്ട്. സോ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഒരുപോലെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. DRM ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ വൈഡ് ബാൻഡ് L1 അല്ല L3 ആണ്. സർപ്രൈസിംഗ് ആണ്, L1 അവർ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോണിൽ നിന്നുള്ള ഫുൾ HD സ്ട്രീമിംഗ് നമുക്ക് പോസിബിൾ ആവില്ല. ഇപ്പോഴേക്ക് L3 ആണ് കിട്ടുന്നത്. ലെവൽ 3 ക്യാമറ API ലെവൽ 3 ആണ്. ഗൂഗിൾ ക്യാമറയുടെ കാര്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി ഞാൻ കാണിച്ചില്ല. ഇനി നമുക്ക് ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് നോക്കിയാൽ 960, 120, 240 ഈ 3 സെറ്റപ്പാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലോ മോഷൻ എടുക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഫ്ലിക്കറിംഗ് കാണുന്നത്, കൺഫ്യൂഷൻ ആവണ്ട. ഷോർട്ട് വീഡിയോയുടെ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയുടെ റെസൊല്യൂഷനൊക്കെ നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സെറ്റിംഗ്സിനകത്ത് EIS ഒക്കെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഓൾറെഡി എനേബിൾഡ് ആയിരിക്കും. ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇമേജ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ്. വീഡിയോ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HDയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ്. അതിനിടയ്ക്ക് മാക്രോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും, മൂവി ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ്, 60 ഫ്രെയിം പെർ സെക്കൻഡ്, 4K 30 ഫ്രെയിം പെർ സെക്കൻഡ്, 720 അങ്ങനെയുള്ള റെസൊല്യൂഷനുകളൊക്കെ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന എല്ലാ റെസൊല്യൂഷനും ഉണ്ട്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ് മാക്സിമം. ബാക്കിയുള്ള കാര്യങ്ങൾ ഫോട്ടോ, പോർട്രേറ്റ് 48 MP പോർട്രേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും, ആപ്പച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നൈറ്റ് മോഡ്, പനോരമ, പ്രോ മോഡിലും മുകളിൽ നമുക്ക് 48ൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അതിൻ്റെ ഒപ്പം ക്യാമറയുടെ ക്ലിക്ക് സ്പീഡും വലിയ പ്രശ്നമൊന്നുമില്ല. സെൽഫിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു രീതിയിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. എൻ്റെ ഫേസ് ലോക്ക് ചെയ്യുന്ന കാണാനില്ല. ഒന്ന് ശ്രമിച്ച് നോക്കാം. ഫേസ് ഫോക്കസിലാണ്, പക്ഷേങ്കിലും ഓക്കെ ലോക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി നമുക്ക് ക്യാമറ റിവ്യൂ വിശദമായിട്ട് ഞാൻ കാണിക്കാം. എന്തായാലും ഇപ്പോഴേക്കും നമുക്ക് സാമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴും നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എടുക്കുമ്പോഴും വലിയ പ്രശ്നമില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കാം.
ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണ്, എന്നിട്ട് പോലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ നല്ല ക്വാളിറ്റി ആണെന്ന് പ്രതീക്ഷിക്കും. സ്ലോ മോഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫിയിലും നമുക്ക് സ്ലോ മോഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫേസ് അങ്ങോട്ട് കൊണ്ടൊന്ന് വെട്ടിക്കുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ട്. ഓക്കെ, സ്ലോ മോഷൻ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലിക്കറിംഗ് നിങ്ങൾക്ക് കാണാം. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഫോണുകളിൽ സ്ലോ മോഷൻ കൂടുതൽ ഫ്രെയിം പെർ സെക്കൻഡ് കൂട്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു ഫ്ലിക്കറിംഗ് വരാറുണ്ട്. അത് തന്നെയാണ്, അത് യൂഷ്വലാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സെൽഫി ക്യാമറ സെറ്റപ്പാണ്. അതിൽ സ്ലോ മോഷൻ അടക്കം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാമറയുടെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിളുകൾ നോക്കാം. ഇത് നമ്മളിപ്പോൾ തന്നെ എടുത്ത ഫോട്ടോ ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ല ക്വാളിറ്റി ഇതിൻ്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. വളരെ ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി തന്നെയാണ്. പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ ഇമേജുകളുടെ ഭാഗത്തില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ തന്നെ സെൽഫി ക്യാമറ നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശദമായിട്ട് നമ്മൾ ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. മെയിൻ ക്യാമറ നിങ്ങൾക്കിവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനാണ്, നല്ല ക്വാളിറ്റി തന്നെ അവിടെ നമുക്ക് തരുന്നുണ്ട്. സോ ലോ ലൈറ്റ് സിറ്റുവേഷനിലും നമുക്ക് ഇതിൻ്റെ ക്യാമറ നല്ല ക്വാളിറ്റി തരുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറ റിവ്യൂവിൽ ഞാൻ വിശദമായിട്ടത് കാണിക്കാം. ഡേ ലൈറ്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഡേ ലൈറ്റിലേക്ക് എടുക്കുമ്പോഴും സെൽഫി ക്യാമറ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഒരു ഇഷ്യൂസും പറയാനില്ല. ഇത് ഏർലി മോർണിംഗ് ആണ് എങ്കിലും ആ ഒരു സാഹചര്യമൊന്നും ഒരു വിഷയമല്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സെൽഫി കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡിലും പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ് നോക്കാം. മെയിൻ ക്യാമറയിലും നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പറയത്തക്ക യാതൊരു ഇഷ്യൂസും അതിൻ്റെ ഭാഗത്ത് വരുന്നില്ല. ഓക്കെ, എന്തായാലും ഓവറോൾ ഇത്തിരി കളറൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. എഡ്ജ് ഡിറ്റക്ഷൻ മെയിൻ ക്യാമറയുടെ കാര്യത്തിൽ ചെറിയൊരു പാകപ്പഴ കൈയുടെ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഓവറോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് വളരെ ഡീസൻ്റ് ആയിട്ടുണ്ട്. പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. കൂടുതൽ വിശദമായിട്ട് ഞാൻ ക്യാമറ റിവ്യൂവിൽ പറയാം. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സാമ്പിളുകൾ ആഡ് ചെയ്യുന്നില്ല. ഒരു ചെറിയ വീഡിയോ സാമ്പിൾ കൂടി ആഡ് ചെയ്യാം. ഒന്ന് കണ്ടു നോക്കിക്കോ. ഏർലി മോർണിംഗ് ആണ്, എന്ന് വെച്ചാൽ 6-7 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ആ ഒരു ടൈമിൽ വലിയൊരു ലൈറ്റിംഗ് ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിശദമായിട്ടാണെങ്കിൽ നല്ല ഡേ ലൈറ്റിൽ ക്യാമറ റിവ്യൂ ഞാൻ അടുത്ത ദിവസം ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ക്യാമറ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി പോയിട്ട് കണ്ടു നോക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുമ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു ക്യാമറ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ ഒക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്യും. ഫുൾ റിവ്യൂ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കൂട്ടാം. ബൈ.